മിത്രങ്ങളെല്ലാം ശത്രുക്കളാവും. പൈസ ഇപ്പൊ ലോട്ടറി അടിച്ച പൈസ എന്റെ FD കിടക്കേ ഇല്ലല്ലോ, എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. നമുക്ക് നമ്മളെ നാട്ടിൽ ചെയ്യുക, അതായത് മറ്റുള്ളവരുടെ കാര്യം സംസാരിക്കണം. ശത്രുക്കളുണ്ടാവും, അത് മിത്രങ്ങളെല്ലാം ശത്രുക്കളാവും. ഇപ്പൊ ചേട്ടൻ്റെ അടുത്ത് 100 രൂപ വെച്ച് തന്നില്ല, ഇപ്പൊ എന്റെ പൈസ ഇപ്പൊ സത്യത്തിൽ എന്റെ പൈസ ഇല്ല, നമ്മൾ എന്റെ ഇല്ലെന്ന് ചേട്ടൻ വിശ്വസിക്കില്ല. അപ്പൊ ചേട്ടൻ എന്റെ ശത്രുവായി ആയില്ലേ. ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് എന്റെ ഈ പൈസ ഇപ്പൊ ലോട്ടറി അടിച്ച പൈസ എന്റെ FD കിടക്കേ, FD കിടന്നപ്പോൾ എനിക്ക് ഭീഷണി വന്നപ്പോൾ ഞാൻ എൻ്റെ ഇൻട്രസ്റ്റ് മ്യൂച്വൽ ഫണ്ടിലേക്ക് പോകണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ 10 പൈസ വരില്ല. എനിക്ക് വണ്ടി ഓടിയാലേ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. ഇനി ആ പൈസ കിട്ടണമെങ്കിൽ 5 കൊല്ലം കഴിയണം, മെച്ചുവേർഡ് ആവണം. അപ്പോൾ ഈ ഒരുപാട് തരത്തിലുള്ള ചാരിറ്റി നമുക്ക് ചില മോഹങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ചാരിറ്റി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള നാട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. നമുക്ക് നമ്മളെ നാട്ടിൽ ചെയ്യുക, അതായത് മറ്റുള്ളവരുടെ കാര്യം സംസാരിക്കണം. നമുക്ക് നമ്മുടെ നാട്ടിലുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഞാൻ പാവങ്ങളെയും ആരും പോലും ഇല്ലാത്തവരെ സഹായിക്കാൻ വേണ്ടി ഞാൻ സേവാഭാരതി എന്ന് പറഞ്ഞ ട്രസ്റ്റ് ഉണ്ട്, അവരുടെ അടുത്ത് കൊടുക്കുമായിരുന്നു. ഒരു വിഹിതം മാസം കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് പാവങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എൻ്റേതായ ആൾക്കാരൊക്കെ നേരിട്ട് ഒക്കെ ചെയ്യുമായിരുന്നു. ഈ ആരെങ്കിലുമൊക്കെ ബന്ധുക്കളൊക്കെ വലിയ ശത്രുതയിലായോ ഈ ബമ്പർ അടിച്ചതിന് ശേഷം? പിന്നെ ശത്രുത ഉണ്ടാവുമല്ല, എല്ലാവരും അറിയാമല്ല, സ്വന്തക്കാരും ഒരു ശത്രുക്കളാണ്. പോരാന്നുള്ള കമന്റ് പറയുമല്ല. എനിക്ക് ഇത്ര കിട്ടിയ വെറുതെ കിട്ടിയ പറയുള്ളൂ, വെറുതെ കിട്ടിയ കാശല്ലേ. ഇപ്പൊ നമ്മളെവിടെ ചെന്നാലും ഒരു ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് ചെന്നാലും വെറുതെ കിട്ടിയ കാശല്ല, അങ്ങോട്ട് കൊടുന്നു പറയും. ഇപ്പൊ സംഭാവന ആണെങ്കിൽ നേരത്തെ കൊടുക്കണ പൈസ ഇപ്പൊ കൊടുക്കാൻ പറ്റൂല. നേരത്തെ 10 രൂപ കൊടുക്കേണ്ട അടുത്ത് 20 രൂപ കൊടുക്കേണ്ടി വരും. അങ്ങനെ എല്ലാ സാധനങ്ങൾക്കും ഇരട്ടിയായി ഇപ്പോൾ. ഈ അടുത്ത് നിൽക്കുന്ന മക്കളോ ഇല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്നവരൊക്കെ ചില പ്ലാനൊക്കെ പറയും, ചില ബിസിനസ് പ്ലാനൊക്കെ പറയും. അതിലൊന്നും വീഴാതെ എങ്ങനെയാ ഇത്രയും മാറിയെന്ന് വെച്ചാൽ ഞാൻ ഈ ഓട്ടോറിക്ഷ പ്രസ്ഥാനത്തിൽ വന്നിട്ട് 32 കൊല്ലമായി. ഈ കള്ളനും കൊള്ളക്കാരനും എല്ലാവരുമായിട്ട് ബന്ധമുണ്ടാവും ഈ ഫീൽഡിൽ നടക്കുമ്പോൾ. അപ്പം നമുക്കതൊരു മുൻ പരിചയങ്ങളുണ്ടാവുമല്ലോ. ഒരാൾക്ക് ലോട്ടറി അടിച്ചപ്പോൾ ഇവിടെ തന്നെ നേരത്തെ ഒരു സൂപ്പർ ലോട്ടറിയുള്ള അടിച്ചിട്ടുണ്ടായിരുന്നു. അയാളുടെ ജീവിതം നമുക്ക് മനസ്സിലായിട്ടുണ്ട്, നേരിട്ടറിയാമല്ല. അയാൾ ആദ്യം അടിച്ചു പൊളിച്ച് ലാസ്റ്റ് മരിക്കുന്ന സമയത്ത് അയാൾ ദരിദ്രനായിട്ടാണ് മരിച്ചത്. അപ്പോൾ നമുക്കറിയാം അതിനെക്കുറിച്ച്. പ്രത്യേകിച്ച് ആളെ പറഞ്ഞ് മനസ്സിലാക്കണ്ട, നമുക്കറിയാം. നമ്മൾ ജനങ്ങളായിട്ടൊക്കെ ബന്ധപ്പെട്ട ചെറിയ രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്, വണ്ടി ഓടണ എല്ലാവരുമായിട്ട് ബന്ധം ഉണ്ടാവുമല്ലോ. അപ്പം നമുക്കറിയാമല്ല. പിന്നെ സാമ്പത്തികത്തിനെ കുറിച്ച് നമ്മളോട് പ്രത്യേകം പറയണം. നമ്മൾ പാവപ്പെട്ടവനായിരുന്നല്ല, ആ ബുദ്ധിമുട്ടൊക്കെ കുറെ അനുഭവിച്ചതാണ്. അപ്പൊ ജയപാലൻ ചേട്ടൻ പറയാൻ ശ്രമിക്കുന്നത് ഇത്രയേ ഉള്ളൂ: എത്ര കാശ് കിട്ടിയിട്ടും കാര്യമില്ല, അത് എങ്ങനെ വിനിയോഗിക്കുന്നതിലാണ് കാര്യം. അത് ബുദ്ധിപരമായി ചെയ്യുക. അത് ആർക്ക് ബമ്പർ അടിച്ചാലും അങ്ങനെ തന്നെ ചെയ്യണം. 25 കോടി എന്ന് പറയുന്നത് അത് മര്യാദയ്ക്ക് വിനിയോഗിച്ചില്ലെങ്കിൽ മുൻകാല അനുഭവങ്ങൾ ഒരുപാടുണ്ട്. അത് എല്ലാം നമ്മുടെ മുമ്പിലുണ്ടെന്നാണ് ജയപാലൻ ചേട്ടൻ പറയാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്